നമ്മളിന്ന് വേറൊരു ഓണവിഭവമായിട്ടുള്ള പുളിയിഞ്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാവേ. ഇഞ്ചി, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, ശർക്കര, പുളിവെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ശരിക്കും സദ്യയിലൊക്കെ മെയിൻ ആയിട്ടുള്ള സാധനം തന്നെയാണ് ഈ പുളി. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചുമ്മാതൊക്കെ വെച്ചിട്ട് തിന്നും. ഈ മധുരവും പുളി എരിവൊക്കെ ചേർന്ന് വേറെ ഏത് കറിയാണ് ഉള്ളത്? എനിക്ക് ഈ ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൽ എരിവിനേക്കാൾ ഇതുപോലെ മധുരമുള്ള കറിയൊക്കെ കൂടുതൽ ഇഷ്ടം. വേറൊരു സാധനമില്ലേ, മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ളൊരു മധുരക്കറി. അതൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഞാൻ വിഷയത്തിൽ നിന്നൊന്ന് തെന്നി മാറിയോ എന്നൊരു ഡൗട്ട്. നമ്മളിപ്പോൾ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് വറ്റൽമുളകും കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ നമ്മൾ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് നല്ലോണം വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊടിയൊക്കെ എല്ലാം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. എന്നിട്ട് ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് പുളിവെള്ളം ഒഴിക്കാവേ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പൊടിയാണ്. അതും കൂടി ഇട്ടൊന്നുകൂടെ ഒന്ന് മിക്സാക്കി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ പുളിയിഞ്ചി. എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നതാണ് അറിയാം, പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു രീതി ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് അറിയാലോ, ലൈക്കും സബ്സ്ക്രൈബും.